മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ വിവാഹാഘോഷത്തിനിടെ വരന് നേരെ ആക്രമണം. ആഘോഷത്തിനു ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച അക്രമിയെ ചടങ്ങ് ചിത്രീകരിക്കുന്ന ഡ്രോൺ ക്യാമറ പിന്തുടർന്നത് 2 കിലോമീറ്ററോളം ദൂരം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അമരാവതിയിലെ ബദ്നേര റോഡിലെ സാഹിൽ ലോണിലാണ് സംഭവം. സുജൽറാം സമുദ്ര എന്ന 22-കാരനാണ് ആക്രമണത്തിന്റെ ഇരയായത്. വിവാഹവേദിയിലെത്തിയ യുവാവ് അതിഥികളുടെ മുന്നിൽ വെച്ച് സുജൽറാം സമുദ്രയെ പലതവണ കുത്തുകയായിരുന്നു. തുടയിലും കാൽമുട്ടിലുമാണ് പരിക്കേറ്റത്. സുജൽറാമിന്റെ പിതാവിന് നേരെയും ആക്രമണ ശ്രമം ഉണ്ടായി. പിന്നീട് സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ട ആക്രമിയുടെ ദൃശ്യങ്ങൾ ചടങ്ങ് ചിത്രീകരിക്കുന്ന വീഡിയോഗ്രാഫർ പകർത്തിയത് ആക്രമണത്തിൽ നിർണായകമായി. രാഘു ജിതേന്ദ്രി ബക്ഷി എന്ന യുവാവാണ് ആക്രമണം നടത്തിയത്. പ്രദേശത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച അക്രമിയെ 2 കിലോമീറ്ററോളം ദൂരം ഡ്രോൺ പിന്തുടരുകയും ചെയ്തു. വിവാഹവേദിയിൽ നിന്ന് ഓടിപ്പോകുന്നതിനിടെ ഇയാളെ ഓറഞ്ച് നിറത്തിലുള്ള ഹൂഡി ധരിച്ച മറ്റൊരാൾ മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും ഡ്രോൺ പകർത്തി. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. എൻ്റെ ഫസ്റ്റ് ഡെലിവറി ഇവിടെ തന്നെയായിരുന്നു, നിസാർ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അതൊരു 6 വർഷം മുന്നേ. അപ്പോൾ അത് സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ അതിന് സാധാരണ പെയിൻ അത്ര സഹിക്കണ ആളല്ല. അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി. സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എപ്പിഡ്യൂറൽ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിസാർ ഹോസ്പിറ്റലിൽ എപ്പിഡ്യൂറലുള്ളൊരു കാര്യം. അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടി അങ്ങനെ തീരുമാനമെടുത്തു. ഞാൻ എടുത്ത തീരുമാനം വളരെ കറക്റ്റായിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോന്നി. കാരണം ഞാനൊന്നും അറിഞ്ഞില്ല. ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പെയിന് സഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സ് ആയാലും എൻ്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു. ശ്രുതി ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിരുന്നു എന്നോട്. എന്നെ പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പിഡ്യൂറലാണ് അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്.